എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ദാ മഴ തോർന്ന് നിൽക്കുന്ന ഒരു സമയത്തെ ഒന്ന് ഓടി വന്നതാണേ നമ്മുടെ കുഞ്ഞു പടവലങ്ങയ്ക്കൊരു കൂട് കൊടുക്കാൻ. ഭയങ്കര മഴയാണേ, അതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ കൂട് കൊടുത്താലും പടവലങ്ങ എല്ലാം അങ്ങ് ചീത്തയായി പോകുന്നു. ദാ ഒരെണ്ണം വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു ഓമന പടവലങ്ങയായിട്ട് നിൽപ്പുണ്ട്. ദാ ഇത് മിക്കവാറും ഒക്കെ കേടാകുന്ന ലക്ഷണമാണ് കാണുന്നത്. ഇതിൻ്റെ ഈ വശം കേടായിപ്പോയി. ഇത് നല്ലൊരു പടവലങ്ങയായിരുന്നു. നമുക്കിതിനെ ഇനി കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ബാക്കിയും കൂടെ അത് കേടായി പോകും. ഒരു തീയലും ഒരു തോരനും ഒക്കെ വയ്ക്കാനായിട്ട് നമുക്ക് കിട്ടുമോ ആവോ നോക്കാം. ഇത് വലിയ കുഴപ്പമില്ല, അതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നത് പോയി. ദാ കുഞ്ഞി കുഞ്ഞി പാമ്പ് പോലെ കണ്ടോ വരുന്നുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടോ, എല്ലാം ചീത്തയായി പോവുകയാണ് മഴ കാരണം. എന്ത് ചെയ്യാനാണ്, കാണുമ്പോൾ തന്നെ സങ്കടമാവുക. ഇതിനെല്ലാം ഞാൻ കൂടിട്ടിരുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടൊന്ന് തുറന്ന് നോക്കിയപ്പോഴാണ് ഇതെല്ലാം ഇങ്ങനെ ചീത്തയായിട്ടിരിക്കുന്നത് കണ്ടത്. എല്ലാം കട്ട് ചെയ്ത് നമുക്ക് കളയാം. നിർത്തിയിട്ട് കാര്യമില്ലല്ലോ, അകമെല്ലാം ചീത്തയായിട്ടുണ്ടാകും. നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തതാ കണ്ടോ, എല്ലാം ചീത്തയായിട്ടുണ്ട്. കായ്ച്ചയ്ക്കുള്ള കെണിയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെ മഴ മാറാതെ നമുക്കൊന്നും ശരിയാകത്തില്ല. വെയിലില്ലാത്തതുകൊണ്ട് പയറും നന്നായി വരുന്നില്ല. പിന്നെ ചെറിയൊരു ടിപ്സ് പറയട്ടെ, ഈ പയറിലെ മുഞ്ഞയും അതുപോലെ തന്നെ ചെറിയ ചെറിയ കീടങ്ങളൊന്നും വരാതിരിക്കാനായിട്ടേ പയറിലെ നീറിനെ വളർത്തിയാൽ മതി. നീറെന്നാണ് ഞങ്ങൾ പറയുന്നത്, ചിലർ പുളിയുറമ്പെന്ന് പറയും. അതിനെ നമ്മൾ അതിൽ കൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പയറിനൊന്നും സംഭവിക്കില്ല, നന്നായിട്ട് തന്നെ പയർ കിട്ടും. അതിനുള്ള ആഹാരവും നമ്മൾ അതിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. വല്ല മീനിൻ്റെ വേസ്റ്റോ അതുപോലെ ഇറച്ചിയുടെ ചെറിയ പീസുകളൊക്കെ വെച്ച് കൊടുത്താൽ അത് അവിടെ ഇരുന്ന് കൂടുണ്ടാക്കി അവിടെ താമസിച്ചോളും. നമ്മുടെ പയർ നന്നായിട്ട് വരും, നന്നായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഇതേ നമ്മുടെ ചീര, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പല ടൈപ്പ് ചീര പറിച്ച് തോരൻ വയ്ക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒത്തിരിയും കമൻസും ഒക്കെ വന്നിരുന്നു. അതിലെൻ്റെ കൂട്ടുകാരൊക്കെ ചോദിച്ചിരുന്നു, എനിക്ക് ചീര വിത്ത് തരുമോ, ഇതെവിടെയാ സ്ഥലം. പക്ഷേ എനിക്ക് ആർക്കും മറുപടി കൊടുക്കാൻ സാധിച്ചില്ല കേട്ടോ. കാരണം ഇതാണ്, ദുഃഖകരമായൊരു കാര്യമാണ്. ഈ മഴ കാരണം എൻ്റെ ഞാൻ വിത്തിന് നിർത്തിയ ചീരയെല്ലാം ഇങ്ങനെയായിപ്പോയി, പുഴു പിടിച്ചതുപോലെ ഇരിക്കുകയാണ്. ശരിക്കൊന്നും അത് പൂത്തതുമില്ല, ഒന്നുമില്ല. അത് ഭയങ്കരമായ മഴയല്ലേ. ഈ പ്രാവശ്യം മഴ നേരത്തെ അല്ലേ വന്നേ. മെയ് 1 മുതൽ മഴ തുടങ്ങിയില്ലായിരുന്നോ. ഇനിയും ഇത് എത്രത്തോളം നന്നായി വരുമെന്ന് എനിക്കറിയില്ല. നന്നായി വന്നാൽ ചീര വിത്തെടുത്ത് വയ്ക്കും. എൻ്റെ ചില കൂട്ടുകാർ എന്നോട് ചോദിച്ചിരുന്നു എവിടെയാണ് എൻ്റെ സ്ഥലമെന്ന്. ചങ്ങനാശ്ശേരിയാണ്. ഇത്രയും പച്ചക്കറി നമ്മളിന്ന് പറിച്ചെടുത്തതാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഇത് സാധിക്കും. വിഷമില്ലാത്ത പച്ചക്കറി നമ്മൾക്ക് വീട്ടിൽ കൃഷി ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവർക്കും താങ്ക് യു.